കേരളത്തിൽ തന്നെ താമസിച്ചിട്ട് ഇതുവരെ പോവാൻ പറ്റാത്ത എന്നാ പോകണം നല്ല ആഗ്രഹം ഉണ്ടായിരുന്ന സ്ഥലങ്ങളിൽ ഒന്നാണ് ഈ ജഡായു എർത്ത് സെന്റർ. കൊച്ചിയിൽ ഞങ്ങൾ കാറിൽ ഏർലി മോർണിംഗ് സ്റ്റാർട്ട് ചെയ്തു. ഇടയിൽ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ എത്തുമ്പോൾ ഒരു 10:45 ആയി. വലിയ നീണ്ട ക്യൂ തന്നെ ഉണ്ടായിരുന്നു ഇവിടെ എത്തുമ്പോൾ. രണ്ട് ഓപ്ഷനാണ് ഉള്ളത് ഇവിടെ. ഒന്നുകിൽ നടന്നങ്ങോട്ട് കയറുക, അല്ലെങ്കിൽ കേബിൾ കാർ. ഞങ്ങൾ കേബിൾ കാറാണ് ചൂസ് ചെയ്തത്. പിന്നെ വേറൊരു കാര്യം, ഇവിടെ ടിക്കറ്റ്സ് ഒന്നും ഓൺലൈൻ ബുക്ക് ചെയ്യാൻ പറ്റില്ല കേട്ടോ. എല്ലാം അവിടെ ചെന്ന് നേരിട്ട് തന്നെ ബുക്ക് ചെയ്യണം. അപ്പൊ അതിന്റെ ഒരു നീണ്ട ക്യൂ ഉണ്ടായിരുന്നു. കേബിൾ കാറിൽ ഇരുന്ന മുകളിൽ നിന്നുള്ള വ്യൂ നല്ല രസം തന്നെയാണ്. ആൾക്കാർ നടന്നു പോകുന്നതും ഒക്കെ നമുക്ക് അവിടെ നിന്ന് കാണാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ ഫൈനലി അവിടെ എത്തി. ലോകത്തിലെ ഏറ്റവും വലിയ ബേർഡ് സ്കൾപ്ചർ ആണ് കേട്ടോ ഇവിടെ ഉള്ളത്. ആ സ്കൾപ്ചറിന്റെ ഡീറ്റെയിലിംഗ് ഒക്കെ കാണേണ്ടത് തന്നെയാണ്. ടിക്കറ്റ് എടുക്കാനുള്ള ക്യൂ കഴിഞ്ഞ് നമുക്ക് ചെക്കിങ്ങിലുള്ള ക്യൂ വരും. ചെക്കിങ്ങിലുള്ള ക്യൂ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിനകത്ത് കയറാനുള്ള ക്യൂ വരും. അങ്ങനെ പലതരം ക്യൂകളുണ്ട്. പിന്നെ ഇതിനിടയിൽ നമുക്കൊരു സ്നാക്സ് ഒക്കെ കഴിക്കാൻ പറ്റുന്ന ടൈപ്പ് കഫേയും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. അത് കണ്ടപ്പോഴാണ് കുറച്ച് സമാധാനമായത്. പിന്നെ ഒരു സാൻഡ്വിച്ച് ഒക്കെ കഴിച്ച് വിശപ്പൊക്കെ അടക്കിയിട്ടാണ് ഞങ്ങൾ വേഗം ഇങ്ങോട്ടേക്ക് പോകുന്നത്. മുകളിലോട്ട് നമ്മൾ കയറുന്നതിന് മുന്നേ തന്നെ അവർ നമ്മുടെ ഫോട്ടോ ഒക്കെ എടുക്കും. എന്നിട്ട് അത് എഡിറ്റ് ചെയ്ത് അവർ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ മാറ്റിയിട്ട് നമുക്ക് കാണിച്ചു തരും. നമുക്ക് വേണമെങ്കിൽ അത് പർച്ചേസ് ചെയ്യാൻ പറ്റും അവിടെ നിന്ന് തിരിച്ചിറങ്ങുന്ന സമയത്ത്. ഇത് അവിടുത്തെ വേറൊരു വ്യൂ പോയിന്റ് ആണ്. പിന്നെ അവിടെ ഒരു ടെമ്പിൾ ഉണ്ട്. ടെമ്പിളിന്റെ അടുത്തോട്ട് പോകുമ്പോൾ ഫുൾ കുരങ്ങന്മാരും ഉണ്ട്. അങ്ങനെ എല്ലാം കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് കേബിൾ കാറിൽ കയറി പോവുകയാണ്. ഇവിടെ ഏറ്റവും മുകളിലെത്തിയാലും നമുക്ക് സ്നാക്സ് ഒക്കെ കഴിക്കണമെങ്കിൽ അതിനുള്ള ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട് കേട്ടോ. തിരിച്ച് താഴെ എത്തിക്കഴിഞ്ഞ് ഞങ്ങൾ ഞങ്ങളുടെ ഫോട്ടോസ് ഒക്കെ കണ്ടു. അതിൽ നിന്ന് ഏതൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് ചക്കട്ട സെലക്ട് ചെയ്തു. ഒരെണ്ണം പ്രിന്റ് വാങ്ങി, ബാക്കിയുള്ളത് സോഫ്റ്റ് കോപ്പി ആയിട്ട് വാങ്ങി. ഈ സ്കൾച്ചറിന്റെ താഴെയുള്ള മ്യൂസിയം ഒന്നും ഓപ്പൺ ആയിട്ടില്ല. അവസാനം ഞങ്ങൾ അവിടുത്തെ 12D തിയേറ്ററിൽ ഒരു അടിപൊളി ഷോയും കണ്ട് അവിടെ നിന്ന് ഇറങ്ങി.